പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ബ്രാഞ്ചുകളിൽ സ്ഥിരജോലി നേടാൻ അവസരം. SBIയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CBO തസ്തികയിലെ 2273ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 48,450 രൂപ മുതൽ തുടക്ക ശമ്പളമായി ലഭിക്കുന്ന തസ്തികയാണിത്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ തസ്തികയിലെ 2273ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായാണ് വേക്കൻസികൾ ഉള്ളത്. കേരളത്തിലും നിരവധി ഒഴിവുകളുണ്ട്. SBIയുടെ ഓരോ സർക്കിളിലുമുള്ള വേക്കൻസികളുടെ എണ്ണവും UR, OBC, SC, ST, EWS, PWBD തുടങ്ങിയ വിവിധ കാറ്റഗറിയിലുള്ളവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണവുമെല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 18 ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. CBO തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 48,450 രൂപ മുതൽ 85,920 രൂപ വരെയാണ്. കൂടാതെ ബാങ്ക് നിയമങ്ങൾ അനുസരിച്ചുള്ള വിവിധ അലവൻസുകളും ലഭിക്കുന്നതാണ്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള എസെൻഷ്യൽ അക്കാദമിക് ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങിയ പ്രൊഫഷണൽ ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയി പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസർ തസ്തികയിൽ കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി പ്രായപരിധി നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 31/12/2004 1/1/1996 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. SC, ST വിഭാഗത്തിന് 5 വർഷം വരെ, OBC നോൺ ക്രീമി ലെയർ 3 വർഷം, PWBD വിഭാഗത്തിന് 10 മുതൽ 15 വർഷം, എക്സ് സർവീസ്മാൻ 5 വർഷം എന്നിങ്ങനെ പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇനി സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. ഓൺലൈൻ ടെസ്റ്റ്, സ്ക്രീനിംഗ് ആൻഡ് ഇന്റർവ്യൂ എന്നിവയിലൂടെയായിരിക്കും ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഓൺലൈൻ ടെസ്റ്റിന് 120 മാർക്കിന്റെ ഓബ്ജക്റ്റീവ് ടെസ്റ്റും 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുമാണ് ഉണ്ടാവുക. ഓബ്ജക്റ്റീവ് ടെസ്റ്റിന് 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ. 120 മാർക്കിന്റെ 4 സെക്ഷൻസ് ആണ് ഈ ടെസ്റ്റിലുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബാങ്കിംഗ് നോളജ്, ജനറൽ അവയർനെസ്, ഇക്കണോമി, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നിങ്ങനെ 4 സെക്ഷൻസ്. ഓരോ സെക്ഷനും സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 30 മിനിറ്റ് ഡ്യൂറേഷൻ. ബാങ്കിംഗ് നോളജ് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 40 മിനിറ്റ് ഡ്യൂറേഷൻ. ജനറൽ അവയർനെസ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 30 മിനിറ്റ് ഡ്യൂറേഷൻ. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 20 മിനിറ്റ് ഡ്യൂറേഷൻ. അങ്ങനെ ടോട്ടൽ 120 മാർക്കിന്റെ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 2 മണിക്കൂർ എക്സാം ടൈം. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് 30 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണിത്. എസ്സേ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട 50 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെസ്റ്റിലുള്ളത്. അതുപോലെ തന്നെ ഓബ്ജക്റ്റീവ് ടെസ്റ്റിന് റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുകയില്ല. ഓൺലൈൻ ടെസ്റ്റിൽ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷനും ഡോക്യുമെന്റ്സും എല്ലാം സ്ക്രീനിംഗ് നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇന്റർവ്യൂ നടത്തപ്പെടുന്നത്. എക്സാം സെന്ററുകൾ നോക്കാം. ഓൺലൈൻ ടെസ്റ്റിന് കേരളത്തിൽ 9 ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നീ 9 ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത്. 2026 മാർച്ചിലായിരിക്കും ഓൺലൈൻ ടെസ്റ്റ് നടത്തപ്പെടുന്നത്. ബാങ്ക് എക്സാം, കേരള PSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കാം.
ജനറൽ EWS OBC വിഭാഗത്തിന് 750 രൂപയാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത്. എന്നാൽ SC ST PWBD വിഭാഗത്തിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. CBO തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 18 ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്ട്രേഷന് ശേഷമാണ് ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 18 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.